ഹലോ ഫ്രണ്ട്സ്, വള്ളൂരുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തൊരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മക്കളെയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞ് മക്കളും ഞാനും എല്ലാവരും കൂടി വിളക്കൊക്കെ വെച്ചു കേട്ടോ. മക്കൾക്ക് കുറിയൊക്കെ തൊട്ട് കൊടുത്ത് അവർക്ക് കുറച്ച് ടാസ്കും കൊടുത്തിട്ടാണ് നമ്മൾ വേണം. കുറച്ച് എഴുതാനൊക്കെ കൊടുത്തിട്ടാണ്. അപ്പോൾ ഇനി സ്കൂൾ തുറക്കാറായല്ലോ. അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാനും കൊടുത്തിട്ട് നമ്മൾ വേണം. അപ്പോൾ നല്ല മഴക്കാറുണ്ടോ, അത്യാവശ്യം മഴ പെയ്യാൻ ഏകദേശം ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി എടുത്ത് നേരെ പോയി നമുക്ക് രണ്ട് ഫ്രണ്ട്സിനും കാണാമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പുറത്ത് നമ്മളൊരു പാടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ പാടം മുറിച്ചിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. അപ്പുറത്തെത്തിയപ്പോൾ നല്ല വെളിച്ചം. അപ്പോൾ മഴ പെയ്യില്ല എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടുകാരനൊക്കെ കണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല മഴ നന്നായി പെയ്തിട്ടോ. മഴ പെയ്തപ്പോഴേക്കും അനിമോൾ വിളിച്ച് പറഞ്ഞു ട്രെയിൻ ലേറ്റാണ്, 7:30 ആവും ട്രെയിൻ എത്താമെന്ന്. പിന്നെ നമുക്ക് വേറെ രക്ഷയൊന്നുമില്ലല്ലോ. പിന്നെ മഴയും കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു. മഴ എന്ന് പറഞ്ഞാൽ മതിയോ, വേനൽ മഴ തകർത്തി നമ്മുടെ അവിടെ പെയ്തു. വാച്ച് കാണിച്ചതെന്ന് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. സമയം 7:30 മണിയായി. ഇപ്പോഴാണ് ട്രെയിൻ വരുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റായിട്ട് ട്രെയിൻ വന്ന്. അങ്ങനെ ട്രെയിനൊക്കെ എത്തി അനിമോളൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ കുട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. അവനുള്ള സാധനം കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കള്ളൻ. വീട്ടിലേക്ക് കയറി വന്ന് കാണുന്ന കാഴ്ച കേട്ടോ. രണ്ടാൾക്കും ടാസ്ക് കൊടുത്തിട്ട് പറഞ്ഞില്ലേ, ഒരാൾക്ക് ഗുണനപ്പട്ടിക എഴുതാനും ഒരാൾക്ക് ABCD എഴുതാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എഴുതിയേർക്കണം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അമ്മ അത് വായിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ രണ്ടാളും കൂടി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വരുമ്പോൾ നമ്മൾ പാല് മേടിച്ചിട്ട് വരാറ്. ആദ്യമൊക്കെ നമ്മൾ വീട്ടിൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കേട്ടോ പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ പശുവൊന്നുമില്ല. അപ്പം നമ്മൾ പാക്കറ്റ് പാലിനാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനും അനിമോളും എന്താണ് ഈ വീഡിയോ ഇല്ലാത്തതെന്ന് വിചാരിക്കേണ്ട. അവർ മൂന്നാളാണ്. കണ്ണനും കാശിക്കുട്ടനും അമ്മയാണ് ചായ കുടിക്കുന്നത് കേട്ടോ. അനിമോൾ നനഞ്ഞ കാരണം കൊണ്ട് ഒന്ന് നേരത്തെ കുളിക്കാൻ വേണ്ടി പോയി. മക്കളുടെ ചായ കുടി കഴിയുമ്പോഴേക്കും അനിമോളും കുളിച്ച് വന്നു കേട്ടോ. അപ്പം ഞങ്ങളും ചായ കുടിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടൻ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും അവൻ സ്നാക്സ് തരുന്നുണ്ട്, നമ്മുടെ അനിമോൾക്ക് സ്നാക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. മറ്റൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഈ കുഞ്ഞു വീട്ടിലും ഒരുപാട് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് നമുക്ക്. അതിൻ്റെ വലിയൊരു ഭാഗ്യമാണ് നമുക്ക്. ഈ വർഷം കണ്ണ 5ാം ക്ലാസ്സിലേക്കാണ്. നമ്മുടെ അടുത്തുള്ളൊരു സ്കൂളിൽ തന്നെ കേട്ടോ കണ്ണനെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ സ്കൂളിലൊക്കെ ചേർത്തിയിട്ട് ഞാനും കണ്ണനും കൂടിയാണ് സ്കൂളിലേക്ക് പോയത്. അപ്പോൾ എന്നെ ചേർത്തി പ്രാവശ്യം ബുക്ക് വൈകുന്നേരം വന്ന് അമ്മയ്ക്ക് ബുക്കും ബാഗും യൂണിഫോമും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക. അപ്പം ഞാനും പോയി കുറച്ച് നേരം നോക്കിയൊക്കെ ഇരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയൊന്നും ബുക്ക് ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഒരുപാട് ബുക്കുകളാട്ടോ കുട്ടികൾക്ക് പഠിക്കാൻ. ബുക്കൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും കാശിക്കുട്ടൻ വിശക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കോഴിമുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. അപ്പോൾ അത് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ച് നമ്മൾ സെറ്റാക്കാൻ പോവാട്ടോ. ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യാറുള്ള പരിപാടി കേട്ടോ. അതുകൊണ്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ടും തോന്നുന്നില്ല. കാരണം മറ്റൊന്നുമില്ല, നമ്മുടെ അനിമോൾക്ക് വയ്യ പറഞ്ഞു. അപ്പോൾ അനിമോൾ പോയി കിടക്കട്ടെ ചോദിച്ചു. അപ്പോൾ ശരി, നീ പോയി കിടന്നോ, ഞാൻ ഉണ്ടാക്കി കൊടുത്താളെ, ഭക്ഷണം കൊടുക്കാറാകുമ്പോഴേക്കും വന്നാൽ മതി പറഞ്ഞു. കോഴിമുട്ട ആകുമ്പോഴേക്കും ഞാൻ അനിമോളെ വിളിച്ചിട്ടോ, വായോ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. കണ്ണൻ പിന്നെ ഉറങ്ങില്ല കേട്ടോ. കാശിക്കുട്ടൻ വേഗം ഉറങ്ങും. ഇന്ന് പ്രത്യേകിച്ച് ഒരുപാട് സമയമായതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് പറയണ്ട. അവൻ പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി തൂങ്ങാൻ തുടങ്ങി. കണ്ണതാണ്ടോ വന്നേക്കുണ്ട്. അപ്പോൾ അനിമോൾക്ക് തീരെ വയ്യല്ലോ. ഈ ട്രാക്കിൽ കൂടെയൊക്കെ ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അനിമോൾക്കും വയ്യ. എന്നാലും സാറില്ലേ, പാവം, എന്താ ചെയ്യുക, നമ്മളല്ലാതെ വേറെ ആരാ അല്ലേ. കാശിക്കുട്ടനും കണ്ണനെ അങ്ങനെ ചോറൊക്കെ വളമ്പി കൊടുത്തിട്ട് ഈ കോഴിമുട്ട പൊരിച്ചിട്ടില്ലേ 2 പേർക്ക് ഒരേപോലെ മുറിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് വലുതായി കഴിഞ്ഞാൽ ഒരാൾക്ക് ചെറുതായി കഴിഞ്ഞാൽ 2 പേരും നമ്മൾ നല്ല പ്രശ്നം ഉണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ 2 പേരും കറക്റ്റായിട്ട് വേണം മുറിച്ച് കൊടുക്കാൻ. കണ്ണൻ കുഴപ്പമില്ല, എന്നാലും കാശിക്കുട്ടനാണ് കുറച്ച് വാശിയുള്ള ആൾ. അങ്ങനെ കാശിക്കുട്ടൻ കുറച്ച് ഉറക്കമുള്ളത് കൊണ്ട് ഇന്ന് ഭക്ഷണം ഫുള്ളായി കഴിക്കുമെന്നറിയില്ല. എന്തായാലും നമുക്ക് കൊടുത്ത് നോക്കാം. അമ്മ ഇവരെ 2 ആളെ നോക്കിയിരിക്കണം കേട്ടോ. കാശിക്കുട്ടൻ വൈകുന്നേരത്ത് മിക്കവാറും ചോറിനാകെ തന്നെ കിടന്നുറങ്ങും. ചായ കുടി കഴിഞ്ഞാൽ ആശ നേരെ കയറി കിടക്കും, അങ്ങനെ ഉറങ്ങും. അതാണ് കാശിക്കുട്ടൻ്റെ ഒരു പതിവ്. ഇന്ന് നമ്മൾ എന്താ അറിയില്ല, ഇന്ന് കുറച്ച് നേരം അവ ഇരുന്നിട്ട് ഇന്ന് നേരം വൈകി, നമ്മൾ ഒരുപാട് നേരം വൈകി ഇന്ന് വരാൻ. ഇന്ന് ഉറങ്ങിയിട്ടുമില്ല. അല്ലെങ്കിൽ ഒരു 7:30-8 മണിയാകുമ്പോഴേക്കും കാശിക്കുട്ട ഉറങ്ങും. അവർക്ക് 2 പേർക്കും ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ തുണി തോരയിടാനാണ് കേട്ടോ. ഇപ്പോഴത്തെ മഴ വൈകുന്നേരം 4 മണി അല്ലെങ്കിൽ 2 മണിക്കൊക്കെ മഴ തുടങ്ങും. മഴ ചിലപ്പോൾ പെയ്യും, ചിലപ്പോൾ പെയ്യില്ല. മിക്കവാറും മഴ മൂടി നിൽക്കും. 5 മണിക്കൊക്കെ മിക്കവാറും മഴയുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ തുണികളൊന്നും തീരെ ഉണങ്ങി കിട്ടാറില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ്. പുറത്ത് സൈഡിലാണെന്ന് വിചാരിച്ചാൽ പുറത്ത് അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് പുറത്ത് അങ്ങനെ കൂടുതലായിട്ട് സ്ഥലങ്ങളൊന്നുമില്ല. ഇട്ടാൽ തന്നെ ഉണയും കിട്ടില്ല. അപ്പോൾ നമ്മൾ മേലെ നമ്മുടെ വീടിൻ്റെ കുറച്ച് മേലായിട്ട്
എന്താ പറയുക ഈ വടി കെട്ടിയിട്ടുണ്ട്, വടി അതിലാണ് നമ്മൾ തുണി തോരാടുന്നത്. അപ്പോൾ ഈ ഫാൻ ഇട്ടാൽ നേരം വെളുക്കുമ്പോഴേക്കും ഏകദേശം ഒരു ഉണക്കം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തുണി തോരാടണം കേട്ടോ. ഇതിന് നെഗറ്റീവ് ആരും പറയണം, നമ്മുടെ വീട്ടിൽ അത്ര സ്ഥലമുള്ളൂ. അതുകൊണ്ട് നല്ല മഴക്കാലാണെങ്കിലും പറയുക വേണ്ട, തുണികൾ തീരെ ഉണങ്ങി കിട്ടില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ അനിമോൾ നമുക്ക് ബെഡൊക്കെ വിരിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി സമയം 9:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അങ്ങനെ അനിമോൾ കോഴിമുട്ടയൊക്കെ പൊരിക്കുന്നുണ്ട് നമുക്ക്. ഞങ്ങൾ മൂന്നാളും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേക്കും കാശിക്കുട്ടനും കണ്ണനും നല്ല ഉറക്കമായിട്ടോ. അത്രയുണ്ട് കളി. അതുകൊണ്ടാണ് രണ്ടുപേരും നേരത്തെ കിടന്ന് ഉറങ്ങണത്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ നല്ല മുരിങ്ങക്കറിയും മുട്ട പൊരിച്ചതും. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വീട്ടിൽ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടീം ഫ്രം വെള്ളുവനാടൻ ഫാമിലി. അപ്പം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.